പിന്നെ നിങ്ങളല്ലേ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ. അത് താഴ്മയുടെ വാക്കാണ് കേട്ടോ. ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരു ആൺകുട്ടിയാളും എന്റെയും മുന്നേ വേറെ ആളുണ്ടെന്നർത്ഥം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ കോളേജുകളിലും അതേ പഠിപ്പിക്കുന്നില്ലേ ശറഹുൽ അഖായിദ്. ആ ശറഹുൽ അഖായിദ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന കിതാബല്ലേ. അതിലെന്താ പറഞ്ഞത്? വഅഫ്ളലുൽ ബശരി ബഅദ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് സുമ്മൽ ഫാറൂഖ് ثم عثمان ذو النورين ثم علي المرتضى رضي الله عنهم. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ശറഹുൽ അഖായിദിൽ പറയാണ്, ഏറ്റവും ബഹുമാനമുള്ള ആള് അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം അബൂബക്കർ, പിന്നെ ഉമർ, ഉസ്മാൻ, അലി. ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്. അതിനെതിരെ ഖുർആൻ പ്രഭാഷണക്കാരൻ എന്ന് പറഞ്ഞൊരു പ്രഭാഷണക്കാരൻ ഇറങ്ങിയിട്ട് മഹാനായ കാന്തപുരം ഉസ്താദിനെ വളരെ നിസ്സാരപ്പെടുത്തി ഗീബത്ത് പറഞ്ഞ് പ്രസംഗിച്ചൊരു മൗലവിയാണ്. പിന്നീട് അദ്ദേഹം തൗബ ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ വലിയ അപകടത്തിലല്ലേ പോയി ചാടിയത്. അദ്ദേഹം സുന്നത്ത് ജമാഅത്തിനെതിരല്ലേ പ്രസംഗിച്ചത്. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അതിവിടെ നിലനിന്നേ പറ്റൂ. ലോകത്ത് ഒരു മുസ്ലിമിനും തർക്കമില്ലാത്ത കൂട്ടായ്മയാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖുൽ ഖുലഫയിൽ എഴുതുന്നത് കണ്ടോ, അജ്മഅ അഹ്ലുസ്സുന്ന വൽ ജമാഅയിൽ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഇജ്മാഅാണ്. അന്ന അഫ്ളലൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം ഏറ്റവും ബഹുമാനമുള്ള ആള് അബൂബക്കർ, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, സുമ്മ അലി റളിയല്ലാഹു അൻഹും. ഇങ്ങനെ ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ അവർ മുൻകാല സമസ്തയുടെ മാർഗത്തിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ചിലർ അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വെള്ളം ചേർക്കുന്നത് ബോധ്യപ്പെട്ടപ്പോഴാണ് ധീരനായ നേതാവ് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനഃസംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. മഹാനവറുകൾ പ്രസിഡന്റായി, സുൽത്താനുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി ആ മഹത്തായ സംഘടന പുനഃസംഘടിപ്പിച്ചത് സമസ്തയുടെ നയങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലും ഈ കക്ഷികൾ മായം ചേർക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അതിന്റെ വ്യക്തമായ ചില ഉദാഹരണങ്ങളാണ് ഞാൻ തെളിവ് സഹിതം നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, നാരിയത്ത് ചൊല്ലി നാരിയത്ത് സലാത്ത് നരകത്തിലാണെന്ന് പറഞ്ഞ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി, മങ്കൂസ് ചൊല്ലിയാൽ മുശ്രിക്കാണെന്ന് പറഞ്ഞ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതാ സമസ്തയുടെ നേതാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് മയ്യിത്ത് കാണാൻ ചെന്നിട്ട് ഇദ്ദേഹത്തിന്റെ മരണം സമുദായത്തിന് വലിയ നഷ്ടമെന്ന് പറഞ്ഞില്ലേ. ഇന്നാലില്ലാഹി, ഇതും സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടായ്മക്കെതിരാണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തഫയിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോ. അതേ വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളെ കൂട്ടായ്മയാണ് മുസ്ലിം ജമാഅത്താണ്. മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച പണ്ഡിതന്മാർ, ഇമാമീങ്ങൾ, സഹാബികൾ പഠിപ്പിച്ചത് എന്താണ്? അലാ ദമ്മിൽ മുബ്തദിഅതി, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ പുത്തനാശയക്കാരെ ആക്ഷേപിക്കണം. പോരാ, വമുഹാജറത്തിഹിം, അവരുമായി പിണങ്ങി മാറി നിൽക്കണം. വഖത്ഇ സുഹബതി മഅഹും, അവരോടുകൂടെ നല്ല നിലക്ക് സഹവസിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. അത് തന്നെയാണ് ഇമാം ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? അലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം ഈമാനുള്ളവരെന്ന് പറഞ്ഞിട്ട് കിതാബുൽ ഉന്യത്തുൽ ഇമാം ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ? അതുപോലെ സവായിഖുൽ മുഹരിഖയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞില്ലേ? ലോകത്തെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞില്ലേ?
അല്ലാ യുകാഫിറ അഹ്ലൽ ബിദഈ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വർധനമുണ്ടാക്കാനും അവരെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ലെന്ന് ഈ ആലപ്പുഴയിൽ സമസ്തയുടെ സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം നടന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ സ്വീകരിച്ചില്ലേ? ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്നുള്ള വ്യതിചലിക്കലല്ലേ? ചോദിക്കട്ടെ, ഇമാമിങ്ങളെ കിതാബുകൾ എവിടെ? ഈ സമസ്തയുടെ നിലപാടെവിടെ? ഒന്നുകൂടി ചോദിക്കട്ടെ. മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു വലാ യുഹന്നീഹും ഫിൽ അയ്യാദി വൗഖാതി സുറൂരി, സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ അവർക്ക് ആശംസ പറയാനോ സ്വീകരിക്കാനോ പാടില്ലെന്ന് പറഞ്ഞില്ലേ? വലാ യുസല്ലി അലൈഹിം ഇദാ മാതൂ, അവർ മരിച്ചാൽ അവരാദരിച്ച് ബഹുമാനിച്ച് മുസ്ലിം പള്ളികളിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കാറുണ്ടല്ലോ മഹാന്മാർക്ക്. അതുപോലെ ഈ പുത്തൻവാദികൾക്ക് നിസ്കരിക്കരുതെന്ന് പറഞ്ഞില്ലേ? അവരുമായി സലാം ചൊല്ലലും മടക്കലും പാടില്ലെന്ന് പറഞ്ഞില്ലേ? അവരുമായി വിവാഹബന്ധം പാടില്ലെന്ന് പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കിതാബ് നമുക്ക് വലിച്ചെറിയാൻ പറ്റുമോ? ഇബ്നു ഹജറിന്റെ കിതാബ് വലിച്ചെറിയാൻ പറ്റുമോ? ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, വത്തിഫാഖി സലഫിൽ ഉമ്മ, മുസ്ലിം കൂട്ടായ്മയാണ്, മുസ്ലിം പണ്ഡിതന്മാരെ ഏകോപിത തീരുമാനമാണ്, സഹാബത്തിന്റെ ഇജ്മാഅാണ്, അതേ താബീകളുടെയും 4 മദ്ഹബിന്റെ ഇമാമികളെയും എല്ലാവരുടെയും ഇജ്മാഅാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മാറ്റി നിർത്തണം, അവരെ കൂട്ടിപ്പിടിച്ചൊരു ദീനീ പ്രവർത്തനമില്ല. ഈ സുന്നത്ത് ജമാഅത്താണ് നമ്മുടെ മുൻഗാമികളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, അഹ്മദ് കോയ സാലിയാത്തി നവ്വറല്ലാഹു മർഖദാ, അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, പാലക്കോട് കുഞ്ഞലവി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, സമസ്തയുടെ ആദ്യകാലത്തുള്ള പുതിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദാ. അത്തരത്തിലുള്ള സർവമഹാന്മാരും പഠിപ്പിച്ച സമസ്ത അത് സുന്നത്ത് ജമാഅത്താണ്. പുത്തൻവാദിയെ സ്വീകരിക്കുന്ന സമസ്തയല്ല. പുത്തൻവാദിയായ മൗലവി മരിക്കുമ്പോൾ നട്ടം പറ്റി എന്ന് പറയുന്ന സമസ്തയല്ല. അതുകൊണ്ട് ശരിയായ സുന്നത്ത് ജമാഅത്താകുന്ന ആദർശം മുറുകെ പിടിച്ച് ഈമാനോടെ മരിക്കണേ മുസ്ലിമീങ്ങളെ. കളവും ഗീബത്തും പറഞ്ഞു നടക്കുന്നവരെ സദസ്സിൽ പങ്കെടുത്ത് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. ഈ വസിയ്യത്തോടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന ഇൽമിന്റെ മജ്ലിസായി റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ